ഹായ് ഹലോ നമസ്കാരം, ദിസ് ഈസ് മിക്കി മാക്. വെൽക്കം ടു SSC കേരള ഹെൽപ്പേഴ്സ്. കഴിഞ്ഞ ദിവസം SSC കേരള ഹെൽപ്പേഴ്സിൻ്റെ ടെലഗ്രാം ചാനലിൽ നമ്മളൊരു അനൗൺസ്മെൻറ്റ് നടത്തിയിരുന്നു. അതായത് ഇനി വരാൻ പോകുന്ന CGL 2026 എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് ഒരു 100 ഡേയ്സ് സ്ട്രാറ്റജിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കിനി ഓൾമോസ്റ്റ് SSCയുടെ കാലണ്ടർ പ്രകാരം മെയ് അല്ലെങ്കിൽ ജൂണിലായിരിക്കും എക്സാം ഉണ്ടാവുക എന്നാണ് കാലണ്ടർ പ്രകാരം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് മാർച്ച് 31 അതായത് മാർച്ച് 31 അഡ്വർടൈസ്മെൻറ്റ് റിലീസാവുക. SSC CGLൻ്റെ അഡ്വർടൈസ്മെൻറ്റ് റിലീസാവുന്നത് മാർച്ച് 31 ഇപ്പോൾ സാധാരണഗതിയിൽ അഡ്വർടൈസ്മെൻറ്റ് വന്നതിന് ശേഷം ഈ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമുക്കൊരു 1 month ഒക്കെയാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഒരു മെയ് 1 അല്ലെങ്കിൽ മെയ് മിഡ് ഒക്കെ ആയിട്ട് നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. ഇത് ഷുവറായിട്ടുള്ള കാര്യമല്ല പറയുന്നത്, നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു 100 ഡേയ്സിൻ്റെ ഒരു സ്റ്റഡി പ്ലാനും സ്ട്രാറ്റജിയും നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഒരുപാട് പേര് നമ്മുടെ മുമ്പ് തന്നെ പറഞ്ഞിരുന്നു ഇങ്ങനത്തെ ഒരു സ്റ്റഡി പ്ലാൻ വേണം. അപ്പോൾ എന്തുകൊണ്ടാണ് സ്റ്റഡി പ്ലാൻ നമ്മൾ തയ്യാറാക്കേണ്ടത് എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യം ആലോചിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് പേര് ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ട്. അതായത് 1ഉം 2ഉം എക്സാംസ് ഒക്കെ എഴുതിയിട്ടുള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഒരു എക്സാം ഓൾറെഡി എഴുതി കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ കോച്ചിങ്ങിന് പോയിട്ട് ആ കോച്ചിങ് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ടിരുന്ന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഒരു പുഷ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ പ്രിപ്പറേഷൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ സാധാരണ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പോയിരുന്ന് പഠിക്കുന്ന സമയമാണെങ്കിൽ നമ്മുടെ കൂടെ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, കൂടെ കോമ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും, അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും. പക്ഷെ തന്നെ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു പുഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഡെയിലി ഇന്നത് പഠിക്കണം, അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് കവർ ചെയ്യണം, നമ്മുടെ കൂടെ ഒരു ടോപ്പിക്ക് കവർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ കുറച്ചും കൂടി ഒരു മോട്ടിവേഷൻ തരുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ അത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് എങ്ങനെ നമുക്ക് ഈ ഡെയിലി സ്റ്റഡി പ്ലാൻ തയ്യാറാക്കാം എന്നുള്ളത് ആലോചിച്ച് നമ്മൾ ഒരു 100 ഡേയ്സിൻ്റെ, അതായത് കറക്റ്റ് ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്യുന്ന ഇപ്പോൾ നടന്നിട്ടുള്ള എക്സാം പാറ്റേണിൽ ഒരു 100 ഡേയ്സിൻ്റെ ഒരു റോഡ് മാപ്പ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ റോഡ് മാപ്പ് തികച്ചും ഫ്രീ ഓഫ് കോസ്റ്റിലാണ് നമ്മൾ ഈ സംഭവം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി തുടങ്ങാൻ പോകുന്ന ആ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ദിവസത്തെ സ്റ്റഡി പ്ലാൻ കൊടുക്കുന്നത് തലേ ദിവസമായിരിക്കും. അപ്പോൾ ഈ കറക്റ്റായിട്ട് നമ്മൾ തരുന്ന സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുക. ഇത്ര കാര്യം മാത്രമേ നിങ്ങളിവിടെ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ സബ്ജക്റ്റ് വൈസ് എങ്ങനെയാണ് ഇത് ചെയ്യാൻ പോകുന്നത്, ഓരോ ദിവസം നിങ്ങൾക്ക് എന്തൊക്കെയായിരിക്കും പഠിക്കാൻ തരുന്നുണ്ടായിരിക്കുക. ഇത്രയും ദിവസം പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ വേണം. നമുക്ക് വെറുതെ എന്തെങ്കിലുമൊക്കെ 100 ദിവസമുണ്ട്, 100 ദിവസം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ആ 100 ദിവസം നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കുക എന്നുള്ളതല്ല, കൃത്യമായിട്ടുള്ള ടോപ്പിക്സ് കൃത്യമായിട്ടുള്ള ടൈമിൽ കവർ ചെയ്യുകയും അതിൻ്റെ റിവിഷൻ കൃത്യമായിട്ട് കഴിയുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എല്ലാ ആൾക്കാരും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ കൂടെ തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നമ്മളെ അവരിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന കാര്യം എന്തായിരിക്കണം എന്നുള്ളത് ആലോചിക്കുക. അതായത് നമ്മുടെ സ്ട്രാറ്റജി, നമ്മുടെ പ്രിപ്പറേഷൻ, നമ്മുടെ കൺസിസ്റ്റൻസി, ഇതൊക്കെയാണ് നമ്മളെ അവരിൽ നിന്ന്, അതായത് ജോലി കിട്ടുന്നവരും ജോലി കിട്ടാത്തവരും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ആ പ്ലാൻ അനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 2 ഗ്രൂപ്പുകളായിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അതിന് കാരണം മറ്റൊന്നുമല്ല, അഡ്വാൻസ് ആയിട്ട് പഠിച്ചിട്ടുള്ള ആളുകളും ബിഗിനേഴ്സ് ആയിട്ടുള്ള പഠിച്ചിട്ടുള്ള ആൾക്കാർക്കും ഒരേ പ്ലാൻ കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ബ്ലണ്ടറാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഒരേ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കില്ല. കാരണം അഡ്വാൻസ് ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓൾറെഡി SSCയുടെ എക്സാംസിന് ഒരുപാട് നാളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാം. അതായത്
സിലബസ് ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം, ടോപ്പിക്സ് കവർ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം, ചിലപ്പോൾ 1-2 CGL എക്സാംസ് അല്ലെങ്കിൽ 1-2 വർഷമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അവരൊക്കെ ഓൾറെഡി ടോപ്പിക്സ് കവർ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം. അവർക്കിനി ടോപ്പിക്സ് അല്ല വേണ്ടത്, മറിച്ച് എന്താണ്, അവർക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, ഏത് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം, ഏത് മെറ്റീരിയൽ ഫോളോ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഈ അഡ്വാൻസ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് ആവശ്യമായിട്ട് വരിക. അവരുടെ സ്പീഡ് കൂട്ടണം, അവരുടെ ആക്യുറസി കൂട്ടണം. ഓക്കെ, അതുപോലെ തന്നെ അവർ കൃത്യമായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ, ലൈവ് മോക്കുകൾ വരുമ്പോൾ ഏതൊക്കെ മോക്ക് ടെസ്റ്റാണ് എടുക്കേണ്ടത്, ഇപ്പോഴത്തെ എക്സാം സ്ട്രാറ്റജിയും ടിപ്സും ഒക്കെയാണ് അവർക്ക് ആവശ്യമായിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഈ അഡ്വാൻസ് ആയിട്ടുള്ള ആൾക്കാരെയും ബിഗിനേഴ്സിനെയും നമുക്ക് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ആരെയാണ് നമ്മൾ ബിഗിനർ എന്ന് പറയുന്നത്? ഈ അഡ്വാൻസിൽ പെടാത്ത ആൾക്കാരൊക്കെ, അതായത് ഒന്നെങ്കിൽ ജസ്റ്റ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ. ഓക്കെ, അത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3-4 മാസമായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഒരു എക്സാം എഴുതിയിട്ടില്ല, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായി, ഇതുവരെ എക്സാം എഴുതിയിട്ടില്ല, ദിസ് ഈസ് യുവർ ഫസ്റ്റ് എക്സാം, അങ്ങനെയാണെങ്കിൽ അവരെയും നമുക്ക് ബിഗിനേഴ്സ് ആയിട്ട് കാണാം. അപ്പോൾ അവർക്ക് ബേസിക്സിൻ്റെ അല്ലെങ്കിൽ ചാപ്റ്റർ വൈസ് കവറേജ് ആവശ്യമായിട്ട് വരാറുണ്ട്, അവർക്ക് ഗൈഡൻസ് ആവശ്യമായിട്ട് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ബിഗിനേഴ്സ് ആയിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഈ 2 കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് വേണ്ടിയിട്ട് 2 ഡിഫറെൻറ്റ് ഗ്രൂപ്പാണ് നമ്മൾ ഫോം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവർക്ക് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, തലേ ദിവസം നമ്മളിപ്പോൾ നാളെയാണ് നമ്മുടെ ഡേ 1 എങ്കിൽ ഇന്ന് വൈകുന്നേരം നമ്മൾ അവർക്ക് നാളെ ചെയ്യാനുള്ള കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് കൊടുക്കും. ഒരു PDF നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്യേണ്ടതെന്ന് കൊടുക്കും. ഓക്കെ, അത് കൃത്യമായിരിക്കും. അതായത് 100 ദിവസം കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ ടോപ്പിക്സിൽ കവർ ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള മോണിറ്ററിങ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അത് കവർ ചെയ്തിട്ടുണ്ടോ, ഏതൊക്കെ ടോപ്പിക് നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ളതും കൂടി നമ്മളവിടെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. ഓരോ ദിവസവും ഒരു ടോപ്പിക് നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു ദിവസത്തെ പ്ലാൻ കഴിയുമ്പോൾ നമ്മൾ നിങ്ങളോട് ചോദിക്കും. ഒന്നെങ്കിൽ അത് ഒരു പോളായിട്ടോ അല്ലെങ്കിൽ ഒരു എക്സാം ആയിട്ടോ ഒക്കെ നിങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും കൃത്യമായിട്ട് നിങ്ങളിത് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ഒരു പുഷ് എന്ന് പറയുന്നൊരു കാര്യം. അതായത് നിങ്ങളോട് ഒരാൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടോ, കവർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കാൻ നിങ്ങളോട് ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ തീർച്ചയായിട്ടും കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു, വെറുതെ ടോപ്പിക്സ് ഇട്ട് തരിക എന്നുള്ളതല്ല ഞങ്ങളുടെ ഉദ്ദേശം. വെറുതെ ടോപ്പിക്സ് ഇട്ട് തരാൻ ആർക്കും പറ്റും. ഏതെങ്കിലും ഒരു ബുക്ക് എടുത്തിട്ട്, അപ്പോൾ കിരൺസിൻ്റെ ബുക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്ക് എടുത്തിട്ട് ടോപ്പിക്സ് മാർക്ക് ചെയ്തിട്ട് ടോപ്പിക്സ് ഇട്ട് തരാൻ പറ്റും. അപ്പോൾ ടോപ്പിക്സ് ഇട്ട് തരിക എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾക്ക് എവിടെ നിന്ന് പഠിക്കണമെന്ന് പറയുന്നതും, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിൽ ആവശ്യമായിട്ടുള്ള എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് അവിടെ ഇല്ലെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് PDF ആയിട്ടും വീഡിയോസ് ആയിട്ടും കൊടുക്കുന്നുണ്ടായിരിക്കും. അത് പെർട്ടിക്കുലർ ഡേ ഇന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഇന്ന് തന്നിട്ടുള്ള ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസും PDF-കളും നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഏത് സോഴ്സാണ് പഠിക്കേണ്ടതെന്ന് നമ്മൾ കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ എടുക്കണം എന്ന് പറയും. അത് ഏതൊക്കെ മോക്കുകളാണ് എടുക്കുന്നത്, എവിടെ നിന്നാണ് എടുക്കേണ്ടത് എന്നുള്ള നമ്മുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്, ബാക്കിയുള്ള ആളുകളൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ, അതായത് ജോലി കിട്ടാനായിട്ട് സാധ്യതയുള്ള ആളുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ആ പറയുന്ന പെർട്ടിക്കുലർ മെത്തേഡ്സ് ഒക്കെ നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, ക്യൂസസ് ആയിട്ടുണ്ടായിരിക്കാം, PDF-കളായിട്ടുണ്ടായിരിക്കാം, PYQs കൃത്യമായിട്ടുള്ള ഇപ്പോൾ നടന്നിട്ടുള്ള എക്സാമുകളുടെ ഒക്കെ PYQs നമ്മളവിടെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി നമ്മളവിടെ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിനി സബ്ജക്റ്റ് വൈസ് എന്തൊക്കെയാണ് കവർ ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ദിവസവും നമ്മൾ 50 വൊക്കാബ്സ് ആണ് നമ്മൾ പഠിച്ച് പോകേണ്ടത്. സിനോണിംസ് 50 എണ്ണം, വൺ വേർഡ്സ് 50 എണ്ണം, ഇഡിയം ഫ്രേസസ് 50 എണ്ണം. ഓക്കെ, ആൻറ്റോണിംസ് ഉണ്ട്. ആൻറ്റോണിംസ് സിനോണിംസ് പഠിക്കുമ്പോൾ ഓൾറെഡി അത് കവറാവും. സിനോണിംസിൻ്റെ കൂടെ തന്നെ ആൻറ്റോണിംസ് പഠിക്കുമ്പോൾ എന്താ വെച്ചാൽ കൺഫ്യൂഷൻ ആവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സിനോണിംസ് കഴിഞ്ഞതിന് ശേഷം മാത്രം ആൻറ്റോണിംസ് നോക്കുമായിരിക്കും നല്ലത്. അത് ഒരുപാട് പേര്, നമ്മുടെ സ്റ്റുഡൻസ് ഒരുപാട് പേര് ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി കൂടിയാണ്. ഓക്കെ, അപ്പോൾ 50 വേർഡ്സ് ആണ് നമ്മൾ ഡെയിലി പഠിക്കേണ്ടത്. ഇത് ബേസിക് ആയിട്ടുള്ള സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ ഫോളോ ചെയ്യേണ്ടതാണ്. അപ്പോൾ അഡ്വാൻസ് ഗ്രൂപ്പിൽ വരുന്ന സമയത്ത് അഡ്വാൻസിലുള്ള ആൾക്കാർ ഓൾറെഡി ചിലപ്പോൾ നമ്മുടെ ബ്ലാക്ക് ബുക്കിൻ്റെ ഒക്കെ ഓൾറെഡി PYQs വന്നിട്ടുള്ള വൊക്കാബ്സ്, സിനോണിംസ് ഒക്കെ കവർ ചെയ്തവരായിരിക്കാം. അവർക്ക് നമ്പർ ഓഫ് വേർഡ്സ് നമ്മൾ കൂട്ടിക്കൊടുക്കും, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള
റിവിഷൻ പ്ലാനുകളായിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് റൂൾസ് ഉണ്ട്. ഇംഗ്ലീഷിൽ ഒരുപാട് റൂൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള 100 ഗോൾഡൻ റൂൾസ് ആയിരിക്കും നിങ്ങളോട് പഠിക്കാൻ പറയാം. അതായത് നമുക്ക് 100 ദിവസമുണ്ട്. 100 ദിവസം നമ്മൾ റൂൾസ് പഠിപ്പിക്കില്ല. അതായത് നിങ്ങൾക്ക് നമ്മൾ പ്ലാൻ ചെയ്തതിനനുസരിച്ചിട്ടുള്ള റൂൾസ് നിങ്ങൾക്ക് ഓരോ ദിവസവും തരുന്നുണ്ടായിരിക്കും. റൂൾസ് നമ്മൾ നമ്മുടേതായിട്ടുള്ള PDF ആയിരിക്കും തരുന്നുണ്ടായിരിക്കുക. അതിനനുസരിച്ചിട്ട് PYQ ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇന്ന് നിങ്ങൾക്കൊരു 5 റൂൾസ് പഠിക്കാൻ തരികയാണെങ്കിൽ ആ 5 റൂൾസുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുമായിട്ട് ഇപ്പോൾ എറർ കറക്ഷൻ ആണെങ്കിൽ അത്, സെൻറ്റൻസ് ഇംപ്രൂവ്മെൻ്റ് ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എഡിറ്റോറിയൽ റീഡിംഗ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള CGL Tier 2ൻ്റെ എക്സാം, അതിൻ്റെ ഇവാലുവേഷൻ നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചു നോക്കി എങ്ങനെയുണ്ടായിരുന്നു എക്സാം എന്നുള്ളത്. എക്സാം ഒരുവിധമൊക്കെ മുമ്പ് നടന്നിട്ടുള്ള പോലൊക്കെ തന്നെയായിരുന്നു ഇംഗ്ലീഷിൻ്റെ. അവിടെ അവർക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുള്ളത് റീഡിങ് കോംപ്രിഹെൻഷൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കാരണം അത് കുറച്ചും കൂടി ടഫായിട്ടുള്ള, കോംപ്രിഹെൻഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളാണ് ഈ പ്രാവശ്യം നടന്നിട്ടുള്ള Tier 2ൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. അത് Tier 2ൻ്റെ മാത്രമല്ല, ഇപ്പോൾ പുതിയൊരു പാറ്റേൺ വന്നുല്ലോ. ഈ പാറ്റേണിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ചില ക്വസ്റ്റ്യൻസ് കോംപ്രിഹെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ അത് ആക്റ്റീവ് വോയിസ് ആണെങ്കിലും പാസീവ് വോയിസ് ആണെങ്കിലൊക്കെ എന്താണ് അവിടെ കോംപ്രിഹെൻഡ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റിലും ഈ സംഭവം വരാറുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ മുമ്പ് ഈ വൊക്കാബുലറിയും അതുപോലെ തന്നെ റൂൾസും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു 50 മാർക്കിൽ 48, 47, 47.5 അങ്ങനെയൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ, വൊക്കാബ്സും റൂൾസും മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്കോറിലേക്ക് എത്താൻ സാധ്യതയില്ല. അവിടെയാണ് നമ്മൾ നമ്മുടെ ഉള്ളിലെ ഇംഗ്ലീഷിനെ, അതായത് ലാംഗ്വേജിനെ വളർത്തി കൊണ്ടുവരണം. അതുകൊണ്ടാണ് ഒരു ന്യൂസ് പേപ്പർ നമ്മൾ വായിക്കണം, അല്ലെങ്കിൽ എഡിറ്റോറിയലുകൾ വായിക്കണം, നമ്മുടെ വായനാശീലം കൂട്ടണം എന്ന് പറയുന്നത്. നമ്മുടെ തന്നെ ടെലഗ്രാം ചാനലിൽ നമ്മൾ ഹിന്ദു ന്യൂസ് പേപ്പറിൻ്റെ ഡെയിലി അപ്ഡേറ്റ്സ് കൊടുക്കുന്നുണ്ട്. അതിൽ കൃത്യമായിട്ട് ഒരു എഡിറ്റോറിയൽ, അതിൽ നിന്ന് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൊക്കാബുലറീസ്, അതിലത്തെ സിനോണിംസ്, വൺ വേർഡ്സ്, അതുപോലെ തന്നെ ഗ്രാമർ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത്, സ്റ്റാറ്റിക് GKയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുക്കുന്ന ഒരു PDF നമ്മൾ എല്ലാ ദിവസവും അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടി ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ ലാംഗ്വേജ്, നിങ്ങളുടെ ഉള്ളിലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ലാംഗ്വേജിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ പുതിയ പാറ്റേൺ, എഡ്യൂക്കേറ്റീവ് പാറ്റേൺ എന്ന് പറയുന്നില്ല ഞാൻ, ന്യൂ പാറ്റേൺ, പുതിയ പാറ്റേണിലുള്ള ക്ലാസ്സസ്, ക്വസ്റ്റ്യൻസിൻ്റെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സസ്, അതിൻ്റെ ചോദ്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇംഗ്ലീഷിൽ മെയിനായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം വൊക്കാബ്സ് പഠിക്കും, അതുപോലെ തന്നെ റൂൾസ്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന PYQs പഠിക്കും, അതുപോലെ തന്നെ ഹിന്ദു ന്യൂസ് പേപ്പറിൻ്റെ ഒരു പ്രോഗ്രാമും കൂടി നിങ്ങളൊരു ദിവസം ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ജനുവരി, ഏകദേശം ഒരു മെയ് ആണ് നമ്മുടെ എക്സാം വരുന്നതെങ്കിൽ, മാർച്ച്, ഏപ്രിൽ, മെയ് ആണ് എക്സാം വരുന്നെങ്കിൽ ഒരു മാർച്ച്, ഇത് ഫെബ്രുവരി, മാർച്ച് ഒക്കെ ആവുന്ന സമയത്തേക്ക് നമ്മുടെ ഓൾറെഡി റൂൾസ് മൊത്തം നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ജാൻ പകുതിയായി, അത് കഴിഞ്ഞിട്ടുള്ള ഫെബ്രുവരി, മാർച്ച് ആവുമ്പോഴേക്കും റൂൾസും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള PYQസും കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ലാസ്റ്റ് വരുന്ന ഏപ്രിൽ ആൻഡ് മെയ്യിൽ നമ്മൾ ഈ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള പുതിയ പാറ്റേണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യും. പിന്നെ നമ്മൾ കൂടുതലായിട്ടും അവിടെ ചെയ്യുന്നുണ്ടായിരിക്കുക നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ഈ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുകയായിരിക്കും. ഇതാണ് ഇംഗ്ലീഷിൻ്റെ ഒരു കവറേജ് എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ റീസണിങ് എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പോൾ അഡ്വാൻസിലുള്ള ആളുകൾക്ക്, അഡ്വാൻസ് ബാച്ചിൽ വരുന്ന ആളുകൾക്ക് റീസണിങ്ങിൽ അത്യാവശ്യം നല്ല സ്കോർ കിട്ടുന്നുണ്ടായിരിക്കും. എന്താണ് നല്ല സ്കോർ എന്ന് പറയുന്ന റീസണിങ്ങിൽ നല്ല സ്കോർ എന്ന് പറയുന്നത് 50 മാർക്കാണ്. റീസണിങ്ങിൽ നിങ്ങൾക്ക് 50 മാർക്ക് കിട്ടുകയാണ്. ഫൈൻ, 48 മാർക്ക് കിട്ടുകയാണെങ്കിലും നല്ലതാണെന്ന് പറയാം. 47, 48, 50 മാർക്കൊക്കെ റീസണിങ്ങിൽ നല്ല സ്കോറായിട്ട് കൺസിഡർ ചെയ്യാം. ഇതിനും കുറവാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് 45 താഴെയാണ് റീസണിങ്ങിൽ സ്കോർ വരുന്നെങ്കിൽ അഡ്വാൻസ് ബാച്ചിലുള്ള ആളാണെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം.
ബേസിക് ബാച്ചിൽ വരുന്ന ആളുകൾ ആദ്യം ചെയ്യേണ്ട കാര്യം റീസണിങ്ങിൽ കൃത്യമായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ എടുത്തിട്ടാണ് നമ്മുടെ സ്കോർ കൂട്ടേണ്ടത്. അപ്പോൾ നമ്മളവിടെ റെഗുലറായിട്ട് നിങ്ങളെ കൊണ്ട് മോക്ക് ടെസ്റ്റുകൾ ചെയ്യിപ്പിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള റീസെൻ്റ് ആയിട്ടുള്ള PYQs അത് കൃത്യമായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യണം. കാരണം അതനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം ഇപ്പോൾ ഇനി അടുത്ത CGയിൽ വരാൻ സാധ്യത കൂടുതൽ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുന്ന ടോപ്പിക്കിൽ നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസിൻ്റെ PDF മെറ്റീരിയൽസും അതുപോലെ തന്നെ നമ്മളോട് പറയുകയാണെങ്കിൽ ഏതാണ് ടോപ്പിക്ക് ബുദ്ധിമുട്ടെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ ക്ലാസ്സസും നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ടാർഗറ്റ് വെക്കേണ്ടത് റീസണിങ്ങിലാണെങ്കിൽ 50 മാർക്കാണ്. 50 മാർക്ക് നിർബന്ധമായിട്ടും റീസണിങ്ങിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ റീസണിങ്ങിൽ സ്കോർ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ സെക്ഷണൽ മോക്ക് ടെസ്റ്റുകൾ എടുക്കുക, അതിൽ കിട്ടാത്ത ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ്സസ് കാണുക, വർക്കൗട്ട് ഇത്ര ചെയ്യേണ്ട കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്ലാനുകൾ നമ്മൾ ഡെയിലി നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കാം. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ജനറൽ നോളജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ പ്രാവശ്യത്തെ CGL Tier 2-ലാണെങ്കിലും ജനറൽ നോളജ് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മുമ്പ് ചോദിക്കുന്ന പോലെ PYQs മാത്രമല്ല ഇപ്പോഴത്തെ എക്സാമിന് ചോദിക്കുന്നത്. ഇപ്പോഴത്തെ എക്സാം കറണ്ട് അഫെയർസ് ബേസ്ഡ് ആണ്, സ്റ്റാറ്റിക് GK ബേസ്ഡ് ആണ്. കറണ്ട് അഫെയർസ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ കറണ്ട് അഫെയർസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന GKs അത് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോപ്പിക്സ്, നമുക്ക് ജനറൽ ആയിട്ട് വരുന്ന ടോപ്പിക്സുകൾ എല്ലാം കവർ, ഹിസ്റ്ററി ആണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും പൊളിറ്റി ആണെങ്കിലും ജനറൽ ടോപ്പിക്സ് ഒക്കെ നമ്മൾ ആദ്യം തന്നെ കവർ ചെയ്തതിന് ശേഷം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത ഭാഗത്ത് അതായത് കറണ്ട് അഫെയർസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടോപ്പിക്സ് കവർ ചെയ്യേണ്ടത്. നമ്മൾ ഓൾറെഡി നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ GK through CA എന്ന് പറയുന്ന ഒരു PDF ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ നടക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കറണ്ട് അഫെയർസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അപ്പോൾ നമ്മൾ ബംഗ്ലാദേശിൻ്റെയും അതുപോലെ തന്നെ കുറച്ച് ടോപ്പിക്സ് നമ്മൾ അതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന കറണ്ട് അഫെയർസ്, ആ കറണ്ട് അഫെയർസുമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു PDF നമ്മൾ നിലവിൽ ഗ്രൂപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ PDF നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ആ PDF നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ പറയുന്നു, അതായത് PYQs മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇനി നമുക്ക് GK ഫോളോ ചെയ്യാനായിട്ട് സാധിക്കില്ല. അവിടെ സ്റ്റാറ്റിക് GKയും അതുപോലെ തന്നെ കറണ്ട് അഫെയർസും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഏകദേശം ഒരു 1 ഇയറിൻ്റെ കറണ്ട് അഫെയർസ് കവർ ചെയ്യേണ്ടതുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ പ്രകാരം, ഡെയിലി പ്ലാൻ പ്രകാരം നിങ്ങൾക്ക് 1 ഇയറിൻ്റെ കറണ്ട് അഫെയർ കവർ ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റാറ്റിക് GKയിലെ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും ഈ 100 ഡേയ്സിനുള്ളിൽ നിങ്ങൾ കവർ ചെയ്യും. പ്ലസ് അതിൻ്റെ റിവിഷനും കൂടിയും നമ്മളവിടെ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഓർത്ത് വെക്കാനായിട്ട് വീക്ക്ലി ക്യൂസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞൊരു കാര്യം, റിവിഷൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ജനറൽ നോളജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. GK പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സാർ GK പഠിച്ചാൽ ഓർമ്മ നിൽക്കില്ല സാർ, നമ്മൾ എന്തൊക്കെയോ പഠിക്കുന്നു, പല ടോപ്പിക്ക് പഠിക്കുന്നു, പക്ഷെ ഒന്നും ഓർമ്മ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇന്ന് പഠിച്ച ടോപ്പിക്ക് നമ്മൾ റിവൈസ് ചെയ്യുന്നില്ല. എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ റിവിഷൻ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡെയിലി പ്ലാൻ ആണ് നിങ്ങൾക്ക് നമ്മളവിടെ തരുന്നത്. ഓക്കെ, അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിലേക്ക് വെക്കുക. റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ റിവിഷനും കൂടിയും ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ടോപ്പിക്സ് കവർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ GKയിൽ നമ്മുടെ ജനറൽ ആയിട്ടുള്ള ടോപ്പിക്സ് കവർ ചെയ്യും, അതുപോലെ തന്നെ കറണ്ട് അഫെയർസ് കവർ ചെയ്യുന്നുണ്ട്, സ്റ്റാറ്റിക് GKയും കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, പരമാവധി നമുക്ക് എത്ര സ്കോർ ചെയ്യാൻ പറ്റുമോ അത്രയും സ്കോർ നമുക്ക് GKയിൽ നേടാൻ സാധിക്കണം. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മാത്തമെറ്റിക്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് QA എന്ന് പറയുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, മാത്തമെറ്റിക്സിൽ ഓൾറെഡി അഡ്വാൻസ് ബാച്ചിൽ വരുന്ന ആൾക്കാരൊക്കെ ടോപ്പിക്സ് കവർ ചെയ്തവരായിരിക്കാം. അതുപോലെ തന്നെ സിലബസ് എല്ലാം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കാം, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്പീഡും ആക്യുറസിയാണ്. ഓക്കെ, നമുക്കിപ്പോൾ 25 ചോദ്യം ഉണ്ടെങ്കിൽ 25 ചോദ്യവും നമ്മളവിടെ ആൻസർ ചെയ്യണം. നമ്മൾ ഓൾറെഡി റീസണിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ റീസണിങ്ങിൻ്റെ ടാർഗറ്റ് 50 ആണ്. അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ടാർഗറ്റ് 50 ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ടാർഗറ്റ് എന്ത് തന്നെയാണ്? 50 ആണ്. അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, എല്ലാവരും 50 മാർക്ക് വാങ്ങും. ഈ ജോലി കിട്ടുന്ന CGL ക്ലിയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ 50 47 ഒക്കെ വാങ്ങുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളും അതേ സ്കോർ തന്നെ വാങ്ങാൻ ശ്രമിക്കണം. അപ്പോൾ
അഡ്വാൻസ്ഡുള്ള ആൾക്കാർക്ക്, അഡ്വാൻസ് ബാച്ചിൽ വരുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ സ്പീഡ് മാക്രോസ് ഉണ്ടെങ്കിൽ ഈ 50ലേക്ക് എത്താൻ പറ്റും. അവർക്കിപ്പോൾ 40 സ്കോറെങ്കിൽ 50ലേക്ക് എത്താനായിട്ട് നമുക്ക് എന്ത് വേണം? സ്പീഡ് മാക്രോസി വേണം. നമ്മളവിടെ ഡെയിലി കാൽക്കുലേഷൻ ഡ്രിൽസ് പ്രൊവൈഡ് ചെയ്യും. എല്ലാ ദിവസവും നിങ്ങളുടെ കാൽക്കുലേഷൻ ഒരു ഷീറ്റ് ചെയ്താൽ മതി. ഒരു ഷീറ്റ് വെച്ചിട്ട് ഒരു ഷീറ്റിൽ നമ്മളൊരു 10-15 കാൽക്കുലേഷൻ ഡ്രില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 10-15 ഡ്രിൽസ് ഒരു ദിവസം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ 100 ദിവസം ഇത് ചെയ്യുകയാണെങ്കിൽ 1500 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ? ഈ കൺസിസ്റ്റൻസി മാത്രം മതി നിങ്ങളുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനായിട്ട്. ഓക്കെ, അത് അഡ്വാൻസുകാർക്ക് മാത്രമല്ല, ബേസിക് ആയിട്ട് ഉള്ള ബാച്ചുകാർക്കൊക്കെ എന്താണ് ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഈ പറയുന്ന കാൽക്കുലേഷൻ ഡ്രിൽസ് എന്ന് പറയുന്നത് 2 കൂട്ടർക്കും കാൽക്കുലേഷൻ ഡ്രിൽസ് നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ചാപ്റ്റർ വൈസ് ടോപ്പിക്സ് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ചാപ്റ്റർ വൈസ് ടോപ്പിക്സ് കവർ ചെയ്യും. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ ഏകദേശം ഒരു 25 ചാപ്റ്റർ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് 100 ദിവസം എങ്ങനെ ഇത് പഠിക്കാം. 100 ദിവസം നമ്മൾ ടോപ്പിക്സ് പഠിക്കില്ല, ഏകദേശം ഒരു 75 ദിവസത്തിനുള്ളിൽ 75 ഡേയ്സിനുള്ളിൽ നമ്മൾ ഈ ടോപ്പിക്സ് കവർ ചെയ്യും. ഈ ടോപ്പിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യും. ബാക്കിയുള്ള 25 ദിവസം നമുക്ക് ഈ ആപ്റ്റിറ്റ്യൂഡ് റിവിഷൻ ചെയ്യാനായിട്ടായിരിക്കണം. ഓക്കെ, 75 ഡേയ്സിൽ നമ്മൾ ടോപ്പിക്സ് കവർ ചെയ്തിട്ട് ബാക്കി 25 ഡേയ്സ് റിവിഷൻ ആയിരിക്കും. ഓക്കെ, ഇതിൽ ഈ പറയുന്ന ടോപ്പിക്സ് ചില ടോപ്പിക്സ് ചെറിയ ടോപ്പിക്സ് ഉണ്ട്, ചിലത് വലുതുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെയാണ് നമ്മളതിനെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡെയിലി ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യണം. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നമുക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റണമെങ്കിൽ ഒരുപാട് പേര് പറയുന്നതാണ്, സാർ സിലബസ് കവർ ചെയ്തിട്ടുണ്ട്, ടോപ്പിക്സ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ 25 ടോപ്പിക്സ് ഞാൻ പഠിച്ചിട്ടുണ്ട് സാർ, അതിൻ്റെ ക്ലാസ് കേട്ടിട്ടുണ്ട്. പക്ഷേ നല്ല സ്കോർ ക്വാണ്ടിൽ ചെയ്യാൻ കിട്ടുന്നില്ല. നമ്മൾ വിചാരിക്കുന്ന ആ സ്കോറിലേക്ക് എത്തുന്നത് അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള നമുക്ക് പ്രാക്ടീസിൻ്റെ കുറവ് എന്നുള്ളതാണ്. ആപ്റ്റിറ്റ്യൂഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പ്രാക്ടീസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണോ അത്രയും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 50 ക്വസ്റ്റ്യൻ 100 ദിവസം പ്രാക്ടീസ് ചെയ്താൽ ഏകദേശം 5000 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ എക്സാം ആകുമ്പോഴേക്കും തീർക്കും. എന്നാലോചിച്ച് നോക്കുക, 5000 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ട് നിങ്ങൾ CGL എക്സാമിന് പോവുകയാണെങ്കിൽ CGL ടയർ 1 എക്സാം ക്വാളിഫൈ ചെയ്യാതിരിക്കാനുള്ള സാധ്യത കുറയും. അതായത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും 5000 ക്വസ്റ്റ്യൻ ചെയ്ത് പോവുകയാണെങ്കിൽ ആപ്റ്റിറ്റ്യൂഡിൽ 45+ സ്കോർ എന്തായാലും കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കുക, പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡെയിലി 50 ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മളവിടെ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ സെക്ഷണൽ മോക്കുകളും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ടോപ്പിക്സ് പഠിച്ച് ഇന്നൊരു ടോപ്പിക്സ് കവർ ചെയ്യുമ്പോൾ അതിൻ്റെ സെക്ഷണൽ മോക്കുകൾ ഇവിടെ 50 ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ 25 ക്വസ്റ്റ്യൻ ചിലപ്പോൾ എന്തുണ്ടായിരിക്കും? സെക്ഷണൽ മോക്കിൽ ഉണ്ടായിരിക്കും. അപ്പോൾ എക്സ്ട്രാ 50+25 നമ്മൾ ഒരു ദിവസം ചിലപ്പോൾ നമ്മൾ 75 ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ പഠിച്ചൊരു ടോപ്പിക്ക് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നറിയാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ത്? സെക്ഷണൽ മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ എന്തായാലും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ടായിരിക്കും. ഇതൊക്കെ നമ്മൾ ഓരോ ഇൻ്റർവെൽസിലാണ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരിക്കുക. അതുപോലെ തന്നെ അതിൽ വരുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്ന ഇപ്പോൾ നടന്നിട്ടുള്ള റീസെൻറ്റ് പാറ്റേൺ അനുസരിച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതാണോ അതിൻ്റെ എല്ലാം PDF-കളും അതുപോലെ തന്നെ യൂട്യൂബ് ക്ലാസ്സസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് വരുന്ന ടോപ്പിക് എന്ന് നമ്മളോട് പറയുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ക്ലാസ്സസും നമ്മൾ തരാൻ തയ്യാറാണ്. ഓക്കെ, അതുപോലെ തന്നെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ നമുക്കത് സോൾവ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ എക്സാമിൽ, ഈ വരുന്ന CGL 2026 എക്സാമിൽ നിങ്ങളെല്ലാവരും CGL ടയർ 1 ക്വാളിഫൈ ചെയ്യണം എന്നുള്ളതും അതുപോലെ തന്നെ ഈ എക്സാമിൽ ജോലി വാങ്ങണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ജോലി വാങ്ങാനായിട്ട് നിങ്ങൾക്ക് നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതാണ് ചെയ്യുന്നത്. ഈ പ്ലാൻ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്ലാൻ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടും. കൃത്യമായിട്ട് എന്താണ് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന കാര്യം? കൺസിസ്റ്റൻസി ഇല്ലായ്മയാണ്. അത് മാറ്റി വെച്ചിട്ട് കൃത്യമായിട്ട് ഇത് ഈ പ്ലാൻ അനുസരിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ ജോലി കിട്ടാൻ ഏറ്റവും ചാൻസ് ഇപ്പോഴാണ്. ഓക്കെ, അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള CGL എക്സാമിന്, SSCയുടെ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മോക്ക് ടെസ്റ്റുകളാണ്. നിങ്ങൾക്കറിയാം പല ആളുകളും ഓൾറെഡി അഡ്വാൻസ് ബാച്ചിലുള്ള ആൾക്കാരൊക്കെ മോക്ക് ടെസ്റ്റുകൾ എടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ലൈവ് മോക്കുകൾ എടുത്തിട്ടുണ്ടായിരിക്കും. പല ചാനൽസോ അല്ലെങ്കിൽ ടീച്ചേഴ്സൊക്കെ മോക്ക് ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന ആപ്പ്, ഒലി ബോർഡ് എന്നൊക്കെ പറയുന്ന ആപ്പുകളിലൊക്കെ മോക്ക് ടെസ്റ്റുകൾ ഫ്രീ ആയിട്ടും അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന മോക്ക് ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് SSCനെ സംബന്ധിച്ചിടത്തോളം.
അപ്പോൾ നിങ്ങൾക്ക് ഒരു വീക്കിൽ എത്ര മോക്ക് എടുക്കണം എന്നുള്ളതും അതുപോലെ തന്നെ എത്ര മോക്ക് ഈ 100 ദിവസത്തിനുള്ള എത്ര മോക്ക് കവർ ചെയ്യണമെന്നുള്ളതും ഒരു മോക്ക് ഫസ്റ്റ് ഡേ 1 തൊട്ട് 100th ഡേ ആകുമ്പോൾ നിങ്ങളുടെ മോക്കിലുള്ള സ്കോറിലെ ഡിഫറൻസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി തരും. മോക്ക് എങ്ങനെയാണ് നിങ്ങളുടെ സ്കോർ ഇമ്പ്രൂവ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി തരും. അതിന് മോക്ക് ടെസ്റ്റ് എടുക്കുക എന്നുള്ളത് മാത്രമല്ല, കൃത്യമായിട്ടുള്ള അനാലിസിസ് കൂടി അവിടെ നടത്തണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ മോക്ക് എടുക്കണം, എപ്പോൾ എടുക്കണം, ഏത് ഡേ എടുക്കണം, അതിൻ്റെ ഒക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് നമ്മളവിടെ ഗ്രൂപ്പിൽ പറഞ്ഞു തരുന്നതായിരിക്കും. സെക്ഷണൽ മോക്കുകളും അതുപോലെ തന്നെ ഫുൾ ലെങ്ത് മോക്കുകളൊക്കെ ഉണ്ടായിരിക്കും. ഡീറ്റെയിൽഡ് അനാലിസിസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ സ്കോറുകളിൽ തീരെ സ്കോർ ഇൻക്രീസ് ചെയ്യുന്നില്ല മോക്ക് എടുത്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്താലാണ് സ്കോർ കൂടുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക, നമ്മൾ പറയുന്ന പ്ലാൻ അനുസരിച്ച് ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു ദിവസം നിങ്ങളൊന്നും ചെയ്യേണ്ട, നിങ്ങൾക്ക് എന്ത് പഠിക്കണം എന്നുള്ളത് നമ്മൾ തരും. അതനുസരിച്ച് ആ ഓർഡർ അനുസരിച്ചിട്ട് പഠിച്ചു പോവുക എന്നുള്ള സിമ്പിൾ കാര്യം മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ ചുരുക്കത്തിലാണ്, ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ വൊക്കാബുലറിയും അതുപോലെ തന്നെ റൂൾസും പറഞ്ഞിട്ടുണ്ടായിരിക്കും. റീസണിങ് ആണെങ്കിൽ ബേസിക് ആയിട്ടുള്ള ബാച്ചസിനാണ് നമ്മൾ റീസണിങ് ഫോക്കസ് ചെയ്യുന്നത്. അവർക്ക് 40+ 45 എന്ന് പറയുന്ന സ്കോറിലേക്ക് എത്താനായിട്ട് മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ കിട്ടാത്ത ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ PDF മെറ്റീരിയൽസ്, അതുപോലെ GK ആണെങ്കിൽ ഡെയിലി നമ്മൾ ടോപ്പിക്സ് നിങ്ങൾക്ക് തരും. കവർ ചെയ്യാനായിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് GK നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡിലേക്ക് വരുമ്പോഴും നിങ്ങൾക്ക് കാൽക്കുലേഷൻ ഡ്രിൽസ് ഉണ്ടായിരിക്കും അവിടെ. അതുപോലെ തന്നെ ഏതൊക്കെയാണ് ടോപ്പിക്സ് കവർ ചെയ്യേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. ഓരോ ദിവസം എത്ര ക്വസ്റ്റ്യൻസ് കവർ ചെയ്യണം എന്നുള്ളത്, അതുപോലെ തന്നെ സെക്ഷണൽ മോക്കുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ദിവസം പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ നമ്മുടെ എയിം എന്ന് പറയുന്നത് ഇനി ഒരു 100 ദിവസം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു 100 ദിവസം കഴിഞ്ഞാൽ Tier 1 എക്സാം വരും. ഓക്കെ, അത് കഴിഞ്ഞാൽ ഒരു 1.5 മാസം കഴിഞ്ഞാൽ Tier 2 എക്സാം ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ 1-2 മാസം കഴിഞ്ഞ് റിസൾട്ട് വരും. ഓൾമോസ്റ്റ് ഈ 2026 തന്നെ ഇതിൻ്റെ റിസൾട്ടും വന്ന് നിങ്ങൾക്ക് ജോലിയും കിട്ടും. അപ്പോൾ 1 ഇയർ, ഏകദേശം ഒരു 8-9 മാസം നിങ്ങൾ ഇതിന് വേണ്ടി മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഈ ഒരു വർഷം തന്നെ നിങ്ങൾക്ക് ജോലി നേടിയെടുക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാനായിട്ട് ഇരിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഗ്രാം തുടങ്ങുന്നത് ഡേ ആഫ്റ്റർ ടുമാറോ, ഇന്ന് 21 അല്ലേ, അപ്പോൾ 23-ാം തീയതിയാണ് നമ്മൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ലിങ്ക് നമ്മുടെ SSC കേരള ഹെൽപ്പേഴ്സ് എന്ന് പറയുന്ന SSC കേരള ഹെൽപ്പേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ചാനലിൽ നമ്മൾ 2 ഗ്രൂപ്പിൻ്റെയും ലിങ്കുകൾ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, മെസ്സേജസ് വന്നു തുടങ്ങി, അതിൻ്റെ ലിങ്കുകൾ നമ്മൾ അതിൻ്റെ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ബേസിക്കായിട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത്, അല്ലെങ്കിൽ നിങ്ങൾ അഡ്വാൻസ് ആണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് മറ്റന്നാൾ മുതൽ ഡേ ആഫ്റ്റർ ടുമാറോ 23/1/2026 മുതൽ നിങ്ങളുടെ ഡെയിലി പ്ലാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. ഓൾ ദ ബെസ്റ്റ്. ഇതാണ് നമ്മുടെ എക്സാം. ഈ CGL 2026 തന്നെ നമുക്ക് ജോലി കിട്ടണം. ഓക്കെ, സോ എല്ലാവർക്കും താങ്ക് യു.